എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫുക്കറ്റ് എയർപോർട്ടിലേക്ക് നമ്മൾ ചെന്നിറങ്ങി. ഇതാണ് ഫുക്കറ്റ് എയർപോർട്ട്. വളരെ മനോഹരമായിട്ടുള്ള എല്ലാം പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. ഓർക്കിഡൊക്കെ ഇഷ്ടം പോലെ അവിടെ നിൽക്കുന്ന എയർപോർട്ടിനകത്ത്. അത് കാണാൻ നല്ല ഭംഗിയാണ്. മുഴുവൻ പകർത്താനായിട്ട് സാധിച്ചില്ല, എന്നാലും കിട്ടിയത്രയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുക്കറ്റ് എയർപോർട്ടിൽ നിന്ന് നേരെ കോർട്ട്യാർഡ് ഹോട്ടലിലേക്കാണ് പോയി താമസമായത്. അവിടെ താമസിച്ചതിന് ശേഷം രണ്ടാമത്തെ ദിവസം നമ്മൾ ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്ക് പോകാനുള്ള പുറപ്പാടാണ്. രാവിലെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു ഷിപ്പ് പോലത്തെ ഒരു ബോട്ട്, ഒരു ഷിപ്പെന്ന് പറയാം, അതുപോലുള്ള ഒരു ബോട്ടിൽ നമ്മൾ യാത്രയാവുകയാണ്. യാത്രയുടെ മനോഹരിത ഒത്തിരി ഭംഗിയാണ്. അത് ഏകദേശം ഒരു 10-40 പേരുണ്ടായിരുന്നു. അതിൽ ഞങ്ങളിങ്ങനെ ബോട്ടയിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. ബോട്ടയിൽ പോകണമെങ്കിൽ ബോട്ടയിൽ ചെന്നിട്ട് ഒരു ചെറിയ എന്നാ പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ വള്ളം പോലത്തെ ഒരു സാധനത്തിൽ ചെന്നിട്ട് വേണം ഈ ബോട്ടിൽ ചെന്ന് കയറാനായിട്ട്. ഇവിടെ കടൽ പാലമുണ്ട്. കടൽ പാലത്തെ കൂടെ ചെന്ന് കയറി നമ്മളവിടെ ആ ബോട്ടിനകത്ത് കയറിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തുടരുകയാണ്. ആ രണ്ട് സൈഡിലും ഒത്തിരി ഐലൻഡുണ്ട്, കാണാൻ ഒരുപാട്. ഇതാണ് കടൽപ്പാലം എന്ന് പറയുന്ന സാധനം. അതിൽ കൂടെ പോയിട്ട് നമ്മൾ ഈ വലിയ ബോട്ടിലോട്ട് കയറും. വലിയ ബോട്ടിൽ കയറിയിട്ട്, വലിയ ബോട്ടെന്ന് പറഞ്ഞാൽ ഒരു സംവാട്ട് ലൈക്ക് ഷിപ്പ്. അത് കയറി അതിൻ്റെ രണ്ട് സൈഡിലുള്ളതായിട്ടുള്ള കാഴ്ചകൾ ഒരുപാട് മനോഹരമായിട്ടുള്ളതാണ്. നല്ല നീല നിറത്തിലുള്ള വെള്ളം കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വെയിലുള്ള ദിവസമാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. രണ്ട് സൈഡിലും കാടുകളാണ്, മലകൾ പോലെയുള്ളതാണ്. ഇതാണ് കപ്പിത്താൻ്റെ ഫോട്ടോയും എടുത്തിട്ടുണ്ട്. എല്ലാവരും കയറിയ ഉടനെ തന്നെ നമുക്ക് കുടിക്കാൻ ടീ കോഫി എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. വോമിറ്റ് ചെയ്യാതിരിക്കാൻ ഒരു ടാബ്ലറ്റ് തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലെല്ലാം കയറി സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതേ തന്നെ സ്നാക്സ് ഉണ്ടായിരുന്നു, അത് കഴിക്കാനായിട്ട് തന്നു. പിന്നെ ചായയോ കാപ്പിയോ തണുത്ത വെള്ളമോ എന്തോ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ഇഷ്ടം പോലെ കുടിക്കാനുള്ളത് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ചൂടുകാലമായതിനാൽ എല്ലാവരും തണുത്ത വെള്ളവും ഒക്കെ തന്നെയാണ് കുടിച്ചത്. പെപ്സി, കോള, എന്ത് വേണം എല്ലാ സാധനവും അതിലുണ്ടായിരുന്നു. അങ്ങനെ അതിലിങ്ങനെ യാത്ര പോവുകയാണ് നമ്മൾ. കടലിൻ്റെ ഭംഗി ഭയങ്കര രസമാണ്. ഇപ്പോൾ ഇവിടെ നീല നിറത്തിലുള്ള വെള്ളം, ചിലയിടത്ത് ചെല്ലുമ്പോഴത്തേക്കിന് പച്ച നിറത്തിലുള്ളതായ വെള്ളമാണ് കാണുന്നത്. ഇത് സൈഡിലുള്ള ഇടതൂർന്ന് നിബിഡമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള കാടുകളാണ്. വലിയ മലകൾ പോലെയാണ് ഇവിടെ കാട് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പാറയുണ്ട്. ആ പാറയിൽ നിന്ന് മെഴുകുതിരി ഒലിച്ചിറങ്ങി വരുന്ന പോലുള്ള കാഴ്ച കാണാം. അതെന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെ തിരമാലയടിച്ച് അതിൽ നിന്ന് ഈ ഉപ്പിൻ്റെ അംശമൊക്കെ ആയിരിക്കും അതിലിരിക്കുന്നത്. എന്തോ നല്ല ഭംഗിയായിരുന്നു. മുകളിൽ പോയി നിൽക്കാൻ എവിടെ വേണേലും പോയി നിൽക്കായിരുന്നു. മുകളിൽ പോയി നിൽക്കാൻ വെയിലായതുകൊണ്ട് ഷെയ്ഡുണ്ട്. എന്നാലും ആദ്യം എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിനകത്തായിരുന്നു കൂടുതൽ താല്പര്യം. എല്ലാവരും ഇഷ്ടം പോലെ നിന്ന് ഫോട്ടോ എടുത്തു. ഈ കപ്പലിൻ്റെ മുൻഭാഗത്ത് പോയി നിന്ന് നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ ഫോട്ടോ എടുത്തിരിക്കുന്ന, ജാക്കിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിരിക്കുന്നത് പോലെ തന്നെയുള്ള പോസിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ബോട്ടുകാരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അവർ തന്നെ പ്രിൻ്റഡ് നമുക്ക് കോപ്പി തരും. നമ്മൾ ഓരോരുത്തർ ഇതാണ് അതിൻ്റെ ഏറ്റവും ഫ്രണ്ട് വശം. ഞാൻ അവിടെ പോയി നിന്നുകൊണ്ട് ഒത്തിരി ഫോട്ടോയൊക്കെ എല്ലാവരും എടുത്തു, പലതരത്തിലുള്ള. പിന്നെ ഭയങ്കര വെയിലായിരുന്നു, അവിടെ അങ്ങനെ അങ്ങ് ഇരിക്കാനൊക്കത്തില്ലായിരുന്നു. എല്ലാവരും ബ്യൂട്ടി എൻജോയ് ചെയ്യുകയാണ്. ഇതിനിടയ്ക്ക് ചെറിയ ഐലൻഡുകളും ഉണ്ട്. ഞങ്ങൾ ഒരിടത്ത് ഇറങ്ങാം എന്ന് വിചാരിച്ചപ്പോൾ അത് ചെറിയ ബോട്ടിൽ കൂടി കയറി, ചെറിയ വള്ളം പോലുള്ളതിൽ കയറി വേണം നമുക്ക് ഐലൻഡിലേക്ക് പോകാൻ. പക്ഷേ അവിടെ ഇറങ്ങുന്നുണ്ടേ ഈ വെള്ളത്തിനകത്ത് തന്നെ ഒരു ജീവിയുണ്ട്, ചൊറിയെന്ന് അവർ പറയുന്നത്. ഇങ്ങനെ അത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ദേഹം മുഴുവനും ചൊറിഞ്ഞ് തടിക്കും, അലർജി. അതാണ് കണ്ടാ വെളുത്ത് ഇടയ്ക്ക് കാണുന്നത്. അതൊരു സൈസ് ജീവിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള അവിടെങ്ങും ഇറങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അവിടെ ഐലൻഡിലോട്ടൊക്കെ പോകാനായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു.
പക്ഷെങ്കിൽ ഇത് നിമിത്തം ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ നേരെ അങ്ങ് പോയി. വേണ്ട, എല്ലാവരും പറഞ്ഞ് സാരമില്ല, നമുക്ക് ഈ കടലിൻ്റെ ബ്യൂട്ടിയും സൈഡിലെ കാടുകളുടെയും കല്ലിൻ്റെയും ഒക്കെ ബ്യൂട്ടി, പർവ്വതം പോലുള്ള നിൽക്കുന്ന ഇതിൻ്റെയൊക്കെ ബ്യൂട്ടി കണ്ട് നമുക്കങ്ങ് പോകാം എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് യാത്രയാകുകയാണ്. മനോഹരമായ പാട്ടുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു വള്ളം, ഞാൻ പറഞ്ഞില്ലേ, ഒരു വള്ളം പോലുള്ളതിൽ അതൊരു വലിയ പ്രയാസമായിരുന്നു ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് കയറാനൊക്കെ. പക്ഷേ എന്നാലും ഈ വള്ളത്തെ നമ്മൾ കയറി കഴിഞ്ഞിട്ട് നമ്മൾ ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ജെയിംസ് ബോണ്ട് ഐലൻഡിലാണെങ്കിൽ ഒരുപാട് ഗുഹകൾ പോലെയാണ് ഇരിക്കുന്നത്. ആ ഗുഹയ്ക്കകത്തൊക്കെ കയറി ഒത്തിരി പേര് ഫോട്ടോ എടുത്തു. അതിനകത്തൂടെ കയറി ഇറങ്ങി നടക്കാം. ചെറിയ ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരങ്കം, വേണ്ട ഒരു പെണ്ണാണെങ്കിൽ പോസ് ചെയ്യുന്ന കണ്ടോ, അങ്ങനെ ചെറിയ തുരങ്കം പോലെ നമുക്ക് തോന്നിക്കും. മണൽപ്പരപ്പാണ് ഇവിടെ എല്ലാം. പിന്നെ കല്ല് പാറ ഒരു സൈഡിലുണ്ട്. അവിടെ എല്ലാം കയറി നിൽക്കാനായിട്ട് നല്ല ഭംഗിയാണ്. അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ലതാണ്. പിന്നെ ചെറിയ ഷോപ്സ് ഇഷ്ടം പോലുണ്ട്. അത് ഭയങ്കര വിലയാണ് അവിടെ ആ ഷോപ്സിലെ സാധനങ്ങൾക്കെല്ലാം. ഇവിടെ ഒരു മരം ഉണ്ട്. ആ മരത്തിൻ്റെ ചോട്ടിൽ എല്ലാവരും കൂടെ ഒക്കെ ഇരിക്കുകയാണ്. ഈ തൊപ്പിക്കാണേലും ഗ്ലാസ്സിനാണേലും ചെരുപ്പിനാണേലും ഒക്കെ ഭയങ്കര വിലയാണ്. എന്ത് സാധനം എടുത്താലും ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ആരും അവിടുന്ന് വാങ്ങിക്കുകയല്ല. കമ്മല്, മാല, മുത്തുകൾ, അങ്ങനത്തെ ഐറ്റങ്ങളെല്ലാം ഉണ്ട്. എന്നാലും ഇത് പിന്നെ അങ്ങ് ബീച്ചിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടുന്ന് താഴോട്ട് അങ്ങോട്ട് ഇറങ്ങിയ ഇതാണ് ജെയിംസ് ബോണ്ട് ഐലൻഡ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ ജെയിംസ് ബോണ്ട് കളരത്തിലുള്ളത് ഇനിയും വരുമ്പോൾ കാണാം. ഇവിടെ ഒരു സിനിമ നടന്നിട്ടുണ്ട്. സിനിമ ഷൂട്ടിങ്ങൊക്കെ മിക്കവാറും നടക്കുന്ന, അതായത് ഇംഗ്ലീഷ് മൂവിയിലെ ഒരുപാട് ഷൂട്ടിങ് നടന്നതായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ജെയിംസ് ബോണ്ട് ഐലൻഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ മനോഹരമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. നമുക്കവിടെ ഇറങ്ങി നടക്കാം, റിലാക്സ് ചെയ്യാം. പക്ഷേ നമുക്ക് ചൂട് തോന്നിക്കുന്നില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ക്ലൈമറ്റ് അധികം അങ്ങനെ ചൂട് ഉള്ള ഒരു ക്ലൈമറ്റ് അല്ല. എല്ലാവരും സീയിലൊക്കെ ഇറങ്ങിപ്പോയി. പിന്നെ എല്ലാം വിദേശികളാണ്. മലയാളികളായിട്ട് ഞങ്ങൾ 1-2 പേരെ കൂടെ കണ്ടു, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരും മറ്റുള്ള രാജ്യക്കാർ, മറ്റുള്ള നാഷണാലിറ്റീസ് എല്ലാമാണ്. അവരുടെയൊക്കെ ഡ്രസ്സുകൾ, വേഷവിധാനങ്ങളൊക്കെ പറയണ്ടായല്ലോ. ഇതാണ് അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു ബോർഡ് ജെയിംസ് ബോണ്ട് ഐലൻഡിൽ. ജെയിംസ് ബോണ്ട് ഐലൻഡ് എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഞാനത് ഓർക്കുകയും ചെയ്തു, ദൈവമേ ഇപ്പോൾ ഇടിഞ്ഞ് താഴെ വീഴും, എങ്ങനെയാണ് അതിൻ്റെ അടുക്ക പോകുന്നത്. പക്ഷേ ഇപ്പോഴൊന്നും അത് ഇടിയത്തില്ല. ഇനിയും വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഒടിഞ്ഞ് താഴെ വീഴുകയൊക്കെ, എത്രയോ 100 വർഷം കഴിഞ്ഞായിരിക്കും, അറിയത്തില്ല. പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരങ്ങളും ഉണ്ട് ഇവിടെ. ആ മരത്തിൻ്റെ ചുറ്റും എല്ലാവരും തണലത്ത് കയറി ഇങ്ങനെ ഇരിപ്പുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. പല ഭാഷക്കാരും ജാതിക്കാരും മതക്കാരും എല്ലാവരും ആണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും സംസാരിച്ച് കൂട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവരുടെയൊക്കെ വേഷമെന്ന് പറഞ്ഞാൽ വെറും വെള്ള ഡ്രസ്സുകളാണ് ഈ ബീച്ചിലേക്ക് പോകാനായിട്ട് എല്ലാവരും വാങ്ങിക്കുന്നത്. അത് ഒത്തിരി വിലയാണ്, ഭയങ്കര വിലയാണ് ആ ഉടുപ്പിനൊക്കെ. 300 ബാത്തൊക്കെയാണ് ഒരു ചെറിയ ഉടുപ്പ്. ബാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എത്ര ഇരട്ടിയോ കൂടുതലാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് നോക്കുമ്പോൾ. എന്ത് മനോഹരമായിരിക്കുന്നു. എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി, നല്ല സണ്ണി ഡേ ആണ്. എല്ലാവരും ഇറങ്ങി ആ മണൽപ്പരപ്പിൽ നിന്നൊക്കെ അങ്ങോട്ട് ഇറങ്ങി വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. എല്ലാവരും എൻജോയ് ചെയ്യുകയാണ്. കൂടുതലും ആൾക്കാർ ഫോട്ടോസ് എടുക്കുകയാണ്. അങ്ങനെ ഷോപ്പിംഗ് ആരും നടത്തുന്നില്ല, കാരണം വെരി കോസ്റ്റ്ലി. അതുകൊണ്ട് ആരും ഒന്നും വാങ്ങിക്കുന്നില്ല. ജെയിംസ് ബോണ്ട് ഐലൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒത്തിരി ഭാഗ്യമാണ്. പണ്ട് നയാഗ്ര ഫോൾസ് കാണാൻ പോയപ്പോൾ ഞാൻ ഇതുപോലെ മനസ്സിൽ വിചാരിച്ചു. ഏതായാലും ദൈവം അതിനൊരു അവസരം ഉണ്ടാക്കി തന്നു. അങ്ങനെ കാണാൻ പോകാൻ പറ്റി. അങ്ങനെ എൻജോയ് ചെയ്യുക. ഒരു ദിവസം മുഴുവനും അവിടെ കറങ്ങി തിരിഞ്ഞ് കാണാനായിട്ടുള്ള, അവിടെ ഇരിക്കാനും ആ ഗുഹയിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങി നടക്കാനും ഒക്കെ ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് വേറെ ഐലൻഡ്, നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ, നമ്മൾ ഒരു ദിവസത്തെ മുഴുവനും ട്രാവലേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ട്രാവൽ ഏജൻറ്റിൻ്റെ അടുക്കൽ നമ്മൾ ഒരു ദിവസത്തേക്കുള്ളതാണ്, ഫുൾ ബുക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. സ്നോർക്കലിംഗ് ഉണ്ട്.
പിന്നെ അതുപോലെ വെള്ളത്തിലേക്ക് കടലിലേക്ക് ഡൈവ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ